അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു 6 ടണ്ണോളം കൊലകൾ വെട്ടിയിട്ടുണ്ട്. കാരണം കുറേയേറെ സംശയങ്ങൾ, നിരന്തരമായിട്ട് കോൾ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കൂട്ടി നമുക്ക് കൊലയും കൂടി കാണാം. അന്നേരം പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരിക്കുള്ളൻ ഉദ്ദേശിക്കുന്ന തൂക്കത്തിലോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ വലിപ്പം വെക്കുന്നില്ല, കൃത്യമായിട്ട് പടലകൾ വിരിയുന്നില്ല. ആ ഒരു കംപ്ലൈൻറ്റ് ഒത്തിരിയേറെ വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ തെറ്റ് പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ കൊലകൾക്ക് സംഭവിക്കുന്നത്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏകദേശം 180 ഗ്രാമോളം മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തിട്ട് 120 ഗ്രാമെങ്കിലും വാഴ വലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ അറ്റ് എ ടൈം ഒരു 30 ഗ്രാം ഒരു വാഴയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 30 ഗ്രാം ഒരുമിച്ച് വാഴ വലിക്കുകയില്ല. അതിനകത്ത് കുറേയേറെ വാഴ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിക്കാതെ വേസ്റ്റായി പോകും. അന്നേരം അതിനെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം ഓരോ പ്രാവശ്യവും മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാനായിട്ട്. ഇന്ന് നമ്മൾ ഏകദേശം 6 ടണ്ണോളമാണ് കൊല വിട്ടിരിക്കുന്നത്. ഇപ്പോൾ കൊല നോക്കിക്കഴിഞ്ഞാൽ കാണാം സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു 400 കൊല വെട്ടിക്കഴിഞ്ഞാൽ മാക്സിമം 10 എണ്ണം, അതിൽ കൂടുതൽ നമ്മൾ സെക്കൻഡിലോട്ട് പോകുന്നില്ല. നല്ല രീതിയിലുള്ള കൊലകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷി കിട്ടിയ ഇനം കൂടിയാണ് മഞ്ചേരിക്കുള്ളൻ. കാരണം ഈ ഒരു കാലയളവിൽ നമ്മൾ വാഴ കൃഷി ചെയ്തുകൊണ്ട് കൊല വെട്ടുന്നിടം വരെ മഞ്ചേരിക്കുള്ളൻ്റെ ഓരോ സെക്ഷനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഫൈനൽ സ്റ്റേജ് കൊല തൂക്കുന്നത്, ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ആവറേജ് തൂക്കം എടുത്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു തോട്ടം വെട്ടി തുടങ്ങിയിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോട്ടത്തിൻ്റെ പീക്ക് പോയിന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് നമുക്ക് കൃത്യമായിട്ട് ആവറേജിലോട്ട് എത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്ന കൊലകളെക്കാട്ടിലും സെക്കൻഡറി ആയിട്ട് വരുന്ന, അതായത് സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന കൊലകളാണ് ഏറ്റവും കൂടുതൽ തൂക്കം നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ട് കഴിഞ്ഞിട്ട് 15 കിലോ ആവറേജിലോട്ടാണ് നമ്മൾ ഇന്നത്തെ തൂക്കം പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു സെക്ഷൻ മൊത്തമായിട്ട് കൊല ഒന്ന് നോക്കി നോക്കാം. എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത്. മുകളിലോട്ട് കട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. വണ്ടിക്ക് കയറ്റാനുള്ള പരുവത്തിന് റോഡിനോട് അടുപ്പിച്ച് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡിൽ പുറകു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന തോട്ടങ്ങൾ കാണാം. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ കൊല വെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെട്ടിയ തോട്ടം കാണാം. ഏകദേശം ഒരു കാഭാഗം നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഈ തോട്ടം തന്നെ വെട്ടാനായിട്ട് നിൽക്കുകയാണ്. അന്നേരം മഞ്ചേരിക്കുള്ളൻ്റെ ഈ ഏകദേശം എന്താണ് കൊലയ്ക്ക് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് തൂക്കം കുറയുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു ടൈമിൽ വെള്ളം കയറുന്നൊരു കാര്യം കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കഴിഞ്ഞിട്ട് വെള്ളം കയറുന്ന തോട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അന്നേരം വേര് ചീച്ചിലുണ്ടാകും, അതുപോലെ കേടും ഉണ്ടാകും. അന്നേരം ക്ലോറിഫോസ് കീടനാശിനി അതുപോലെ ഒരു കുമിൾനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു കേട് മാറ്റിയിട്ട് നല്ല രീതിയിൽ വേര് പൊട്ടാനായിട്ടുള്ള മരുന്നും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്ന എന്തെങ്കിലും മഞ്ഞൾ ഇലകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് സഹായിക്കും. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ കൊല വീട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി.